അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ജന്മം നൽകി എന്നെ പോറ്റി വളർത്തിയതിനുള്ള ശിക്ഷ ഞാൻ തന്നെ നടപ്പാക്കി എന്നാണ് മുഹമ്മദ് ആഷിഖ് പിടിക്കപ്പെട്ടപ്പോൾ നാട്ടുകാരോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം താമരശ്ശേരി അടിവാരത്തിലെ കൈതപ്പൊയിൽ സുബൈദ എന്നു പേരുള്ള 54 വയസ്സുകാരിയെ തൻ്റെ ഉമ്മയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി നാട്ടുകാർ പിടിച്ചപ്പോൾ നാട്ടുകാരോട് എന്തിനാടാ നീ ഈ ഒരു ക്രൂരത സ്വന്തം ഉമ്മയോട് ചെയ്തത് എന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ നാട്ടുകാരോട് ഈ 25 വയസ്സുകാരനായ മുഹമ്മദ് ആഷിഖ് പറഞ്ഞ മറുപടിയാണ്, എനിക്ക് ജന്മം നൽകി എന്നെ പോറ്റി വളർത്തിയതിൻ്റെ ശിക്ഷ ഞാൻ നടപ്പാക്കിയതാണ് എന്ന്. എന്തിനാണ് സ്വന്തം ഉമ്മയെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നല്ല, നിസ്സാരമായൊരു കാര്യത്തിൻ്റെ പേരിലാണ് സ്വന്തം ഉമ്മയോട് ഈ ഒരു ക്രൂരത കാണിച്ചത്. സ്വന്തം ഉമ്മ സ്നേഹത്തോടെ മകനൊന്ന് ഉപദേശിച്ചതിൻ്റെ പേരിൽ മകനോട്, മോനെ കഴിഞ്ഞ 4 ദിവസമായി നീ ഔട്ടിങ്ങിന് പോയതല്ലേ, ഔട്ടിങ്ങിന് കൂട്ടുകാരോടൊപ്പം പോയ സമയത്ത് മോൻ ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്ന് സ്നേഹത്തോടെ ആ ഉമ്മ ചോദിച്ചതാണ്. മകൻ ലഹരിക്ക് അഡിക്റ്റാണ്. ലഹരിക്ക് അഡിക്റ്റായതിൻ്റെ പേരിൽ ആ ഉമ്മ തൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മുക്തനാക്കണം, മോചിതനാക്കണം എന്ന് കരുതി പലയിടത്തു നിന്നായി ക്യാഷും മറ്റുമൊക്കെ സംഘടിപ്പിച്ച് മകനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കിയതാണ്. അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് വന്ന മകനാണ്. അതിനുശേഷമാണ് ഇവൻ സുഹൃത്തുക്കളോടൊപ്പം 4 ദിവസം ഔട്ടിങ്ങിന് പോയത്. സ്വാഭാവികമാണ്, സ്നേഹമുള്ള ഏത് ഉമ്മയും ചോദിച്ചു പോകില്ല, മോനെ വേണ്ടാത്തതിലൊന്നും പോയി ചാടിയിട്ടില്ലല്ലോ എന്ന് ഏതുമ്മയായാലും ചോദിക്കില്ല. ആ ചോദിച്ചത് ഈ ആഷിഖിന് ഇഷ്ടപ്പെട്ടില്ലത്രേ. അതിൻ്റെ പേരിലാണ് നേരെ അടുത്ത വീട്ടിൽ ചെന്നിട്ട് തേങ്ങ പൊതിക്കാനാണ് എന്നും പറഞ്ഞ് കൊടുവാൾ വാങ്ങി വന്ന് സുഖമില്ലാതെ തലച്ചോറിന് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് അതിൻ്റെ സർജറി കഴിഞ്ഞ് കിടക്കുകയായിരുന്ന റെസ്റ്റിലായിരുന്ന ഉമ്മയുടെ കഴുത്ത് നോക്കി ആ മകൻ ആഞ്ഞു വെട്ടുന്നത്. ആ ഉമ്മയുടെ കഴുത്ത് മുറിഞ്ഞു തൂങ്ങിയത്ര, അത്രയും വളരെ ക്രൂരമായി ആ ഉമ്മയുടെ കഴുത്തിൽ അവൻ വെട്ടി മുറിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ പുറത്ത് വന്ന് ആ കത്തി കഴുകി വളരെ കൂളായിട്ട് അകത്തേക്ക് കയറിപ്പോയി. നാട്ടുകാർ ശബ്ദം കേട്ട് ഓടി വന്നപ്പോഴേക്കും വീടിൻ്റെ 2 ഭാഗവും ഡോർ അവൻ കുറ്റിയിടുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരും മറ്റുമൊക്കെ വന്ന് തള്ളി തുറന്നപ്പോഴാണ് ഇവനെ വീടിനകത്ത് ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തുകയും ഇവനെ പിടിക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഇവൻ നാട്ടുകാരോട് പറഞ്ഞത്, എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കിയതാണ് എന്ന്. ഈ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയും. ഈ സുബൈദ എന്ന പേരുള്ള ഈ ഉമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു മകൻ, ഏക മകനാണ് മുഹമ്മദ് ആഷിഖ്, ഈ മുഹമ്മദ് ആഷിഖിന് ഇത്രയും പഠിപ്പിച്ച് വളർത്തിയത് എന്നറിയോ. ഈ മുഹമ്മദ് ആഷിഖിൻ്റെ ഉപ്പ ചെറുപ്പത്ത് തന്നെ ഈ ഉമ്മയെയും മകനെയും ഉപേക്ഷിച്ച് പോയതാണത്രേ. പിന്നെ ഈ ഉമ്മ ജീവിച്ചത് ഈ മകന് വേണ്ടിയിട്ടാണ്. എൻ്റെ മകനെ നന്നായി പഠിപ്പിക്കണം, വളർത്തണം എന്നുള്ള ചിന്തയിൽ വേറൊരു വിവാഹമൊന്നും കഴിക്കാതെ തൻ്റെ മകന് വേണ്ടി ജീവിതം മാറ്റി വെച്ച് ജീവിച്ച ഉമ്മയാണ്. പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു, പഠിപ്പിച്ചു, നാട്ടിൽ വരെ +2 വരെ നാട്ടിൽ തന്നെ പഠിച്ചു. പിന്നെ കോഴിക്കോടുള്ള ഒരു സ്ഥാപനത്തിൽ ഓട്ടോമൊബൈൽ പഠിക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുപോയി ആക്കി. അവിടെ വെച്ചാണത്ര ഈ മകൻ ലഹരിക്ക് അഡിക്റ്റ് ആകുന്നത്, പല ലഹരി ഉപയോഗിക്കുന്നു, അതിൻ്റെ പേരിൽ പോലീസ് പിടിക്കപ്പെടുന്ന സംഭവങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുന്നത്. ആ ഉമ്മാക്ക് അതൊന്നും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പലതവണ മകൻ്റെ ഈ ഒരു ലഹരിയിൽ നിന്ന് മകനെ മോചിപ്പിക്കാൻ വേണ്ടി ആവുമ്പോൾ ഒരുപാട് ശ്രമിച്ചു. മകൻ പലപ്പോഴും, ഏക മകനല്ല, സ്വാഭാവികമാണ്, ഏക മകൻ എനിക്ക് ഇന്നതിന് ക്യാഷ് വേണമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മ എവിടെ നിന്നെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് മകന് വേണ്ടി ഉമ്മ സമ്പാദിച്ച് മകന് ചോദിക്കുന്നതൊക്കെ കൊടുത്തു. പിന്നെയാണ് ഉമ്മ അറിയുന്നത് മകൻ ലഹരിക്ക് അഡിക്റ്റാണ് എന്നൊക്കെ. ലഹരിക്ക് അഡിക്റ്റാണ് എന്നറിഞ്ഞപ്പോൾ പിന്നെ ആ ഉമ്മ തോന്നിയതുപോലെ ക്യാഷ് കൊടുക്കാതെയായി. അങ്ങനെയാണ് ഇവൻ്റെ ഈ ഒരു ലഹരി ഒന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവനെ ബാംഗ്ലൂരിലുള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ആക്കുന്നത്. അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് വന്നതാണ് ഇവൻ. നേരത്തെയും പലതവണ ഉമ്മയെ ഇവൻ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിന് ഇവൻ മൊഴി നൽകിയിട്ടുള്ളത്. എൻ്റെ ഉമ്മാനോട് ഭയങ്കര ദേഷ്യമാണ് എനിക്ക്, ഞാൻ പലപ്പോഴായി കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാനിത് പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇവൻ തന്നെ പറയുന്നുണ്ട്. അതുപോലെ നാട്ടുകാരും പറയുന്നുണ്ട്, ഇവൻ നേരത്തെ ഇത്തരത്തിൽ പലപ്പോഴും ഈ ഉമ്മയെ അടിക്കാനും ഉമ്മയെ കൊല്ലാനൊക്കെ നേരത്തെയും ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഉമ്മയെ വളരെ മോശമായ രീതിയിൽ ഉമ്മയെ ചീത്ത പറയാറുണ്ട്. എന്തിനാണ് ഈ ചീത്ത പറയുന്നത്? ഉമ്മാനോട് ക്യാഷ് ചോദിക്കുമ്പോൾ ഉമ്മ കൊടുക്കാറില്ല. അതിൻ്റെ പേരിൽ ഉമ്മയുടെ പേരിലുള്ള സ്ഥലം വിൽക്കാൻ ഇവൻ നിർബന്ധിക്കുന്നുണ്ട്. അത് വിൽക്കാത്തതിൻ്റെ പേരിൽ എന്തിനാണ് ഈ സ്ഥലം വിൽക്കുന്നത്, എന്തിനാണ് ഇവന് ക്യാഷ്? അത് ഇവന് ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിന് ഉമ്മ നൽകിയില്ല. എൻ്റെ മോൻ നന്നാവണം, അതിന് ഞാൻ നിനക്ക് ലഹരി ഉപയോഗിക്കാൻ നിനക്ക് ഞാൻ ക്യാഷ് തരില്ല എന്ന് ആ ഉമ്മ പറയുന്നതിൻ്റെ പേരിലാണത്രേ ആ ഉമ്മയെ ഇവൻ പലപ്പോഴായി അടിക്കാനും കൊല്ലാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഏറ്റവും അവസാനം ഉമ്മ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. ബ്രെയിൻ ട്യൂമറിന് സർജറി കഴിഞ്ഞിട്ട് സഹോദരിയുടെ വീട്ടിലാണ് ഉമ്മ താമസിക്കുന്നത്. അപ്പോഴാണ് ഇവൻ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് വന്ന് കൂട്ടുകാരോടൊപ്പം
അവൻ വീണ്ടും കറങ്ങാൻ പോകും. 4 ദിവസം ഇങ്ങനെ ഔട്ടിങ്ങിന് പോയി വരുന്നപ്പോൾ സ്വാഭാവികമാണ്, ഉമ്മമാർ ചോദിക്കില്ല മോനെ വേണ്ടാത്തതിനും ചെന്ന് ചാടിയിട്ടില്ലല്ലോ, സ്നേഹത്തോടെ ഉമ്മ ചോദിച്ചതാണ്. അതവൻ ഇഷ്ടപ്പെട്ടില്ല. എന്നോട് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ആ ഒരൊറ്റ ദേഷ്യം തൊട്ടടുത്ത വീട്ടിൽ പോയി കൊടുവാൾ വാങ്ങി വന്ന് സ്വന്തം ഉമ്മ സുഖമില്ലാതെ സർജറി കഴിഞ്ഞ് കിടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഉമ്മാന്റെ ജീവിതത്തിൽ എന്ത് സുഖമാണ് ഉണ്ടായിട്ടുള്ളത്. ചെറുപ്പത്തെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, പിന്നെ മകന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അതിനിടക്ക് അവർക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ വേദന എത്രത്തോളം ആയിരിക്കും. ആ വേദന ഇങ്ങനെ സഹിച്ച് ജീവിക്കുകയാണ്. എന്നല്ലെങ്കിൽ നാളെ തൻ്റെ മകൻ നേരാകും എന്നുള്ള പ്രതീക്ഷയിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ തലയുടെ സർജറി കഴിഞ്ഞ് അതിൻ്റെ റെസ്റ്റ് എടുത്തുകൊണ്ട് ചികിത്സയിലാണ്, അതിൻ്റെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കും. ഉമ്മ കിടക്കുന്ന ഉമ്മയെയാണ് ഇവൻ കൊടുവാള് വാങ്ങിക്കൊണ്ടുവന്ന് വളരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ വെട്ടിക്കൊലപ്പെടുത്തുന്ന സമയത്ത് അവൻ ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസിൻ്റെയും അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ സംസാരങ്ങളിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ സമയത്ത് ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ പക, ഉമ്മയോടുള്ള ദേഷ്യം, ഉമ്മയോടുള്ള വൈരാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുസ്ലിം കുടുംബത്തിൽ നടന്ന സംഭവമാണല്ലോ. ഒരു മുസ്ലിം പേരുള്ള മുഹമ്മദ് ആഷിഖ് എന്ന നല്ല പേരുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പ്രവൃത്തിയാണല്ലോ ഇത്. സ്വന്തം ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്നൊക്കെ പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. ഉമ്മാനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നിലക്കും രക്ഷപ്പെടില്ല എന്ന് പഠിപ്പിക്കുന്ന മതം. ഉമ്മാനോട് ചെയ്യുന്ന പോലും പറയരുത് എന്ന് പറയുന്ന മതം. പക്ഷെ എന്താണെന്നറിയില്ല, മോശം കൂട്ടുകെട്ടിൽ കുടുങ്ങി അവൻ മോശമായി പോയതാണ്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. നമ്മളൊക്കെ വളരെയേറെ ശ്രദ്ധയോടുകൂടെ മക്കളെ വളർത്തേണ്ടുന്നൊരു കാലഘട്ടമാണ്. കോളേജുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത്. ചെറിയ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെയാണ് അവർ ലഹരിയിലേക്ക് അവരെ ആകർഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർക്ക് ലഹരി നൽകിയിട്ട് ആദ്യം വെറുതെ അങ്ങ് നൽകുകയാണ്. ഒന്ന് കഴിച്ചു നോക്കടാ എങ്ങനെയുണ്ട്. സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ആദ്യം ഇത് കൊടുക്കുന്നു. ഇത് ലഹരിയാണ് എന്നും പറഞ്ഞിട്ടാവില്ല തുടക്കത്തിൽ കൊടുക്കുന്നുണ്ടാവുക. എന്തെങ്കിലും മിഠായി എന്നൊക്കെ പറഞ്ഞ് മറ്റൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കുട്ടികൾ വാങ്ങിയത് ഉപയോഗിക്കും. അപ്പോൾ അവർക്കത് വീണ്ടും കഴിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. ഇത് കഴിക്കുന്ന സമയത്ത് അവരെന്തോ ഒരു സ്വർഗത്തിൽ പോയ പോലെ ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവുമായിരിക്കും. എന്താണെന്നറിയില്ല. ഏതായാലും അവരത് കഴിക്കുന്നു. പിന്നെ ചോദിക്കുമ്പോൾ അവർ ക്യാഷ് ചോദിക്കുന്നു. വീണ്ടും അവന് ക്യാഷ് വീട്ടിൽ നിന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ കിട്ടുന്നവിടെ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്നു. ആ ക്യാഷ് കിട്ടുന്നതിന് മോഷണം നടത്തുന്നു. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ അതിന് വീണ്ടും വാങ്ങിക്കഴിക്കുന്നു, അഡിക്റ്റ് ആവുന്നു. അപ്പോഴൊക്കെ ആയിരിക്കും ഇവരിത് അഡിക്റ്റ് ആകുമ്പോഴൊക്കെ ആയിരിക്കും ഇത് മയക്കുമരുന്നാണ്, ലഹരിയാണെന്നൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നാടുകളിലെല്ലാം പലപ്പോഴും പല കോളേജിൻ്റെ പരിസരങ്ങളിലും ടൗണുകളിലെല്ലാം ഈ സാധനം കിട്ടാനുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കൾ ഇത്തരം സംഭവങ്ങളിൽ ചെന്ന് ചാടില്ല എന്നുള്ള അമിത വിശ്വാസം ഒരിക്കലും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ വെച്ച് പുലർത്തരുത്. കാലഘട്ടം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ ഉമ്മ സുബൈദ എന്ന പേരുള്ള 54 വയസ്സുകാരിയായ ഉമ്മ, അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. എന്താ ആലോചിച്ച് നോക്കി, എന്താണ് ജീവിതത്തിൽ അവർക്കൊരു സന്തോഷം ഉണ്ടായിട്ടുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മകൻ നേരാകുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിച്ചിരുന്ന ഒരു ഉമ്മ. അള്ളാഹു ആ ഉമ്മയുടെയൊക്കെ ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കിയേ. തൻ്റെ മകന് കൊടുവാളെടുത്ത് തന്നെ വെട്ടാൻ വരുന്ന ആ ഉമ്മ കണ്ടിട്ടുണ്ടാവില്ലേ? വെട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പെങ്കിലും ആ ഉമ്മ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചിലപ്പോൾ മകനുമ്മയോട് വെല്ലുവിളിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവുക. ആ ഉമ്മ മനസ്സിൽ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. താൻ നൊന്ത് പ്രസവിച്ച, താൻ ഇത്രയും കാലം ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത്, അവൻ തന്നെ താൻ ഇത്രയും കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ തൻ്റെ മകൻ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിലുണ്ടായിട്ടുള്ള വേദനയും സങ്കടമൊക്കെ അള്ളാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തൊക്കെ നൽകട്ടെ. അവർക്ക് അള്ളാഹു സ്വർഗ്ഗം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.